ഏത് എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കണമെന്ന വാശിയിലാണ്. എന്താണ് ഇത്ര വലിയ നിർബന്ധത്തിനും വാശിക്കും ഇടയാക്കിയത്? കൃത്യമായ മദ്യത്തിൽ എപ്പോഴും ലേലം വിളിയാണല്ലോ നമ്മൾ കാണാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാകാൻ പോകുന്നു എന്നതാണ് അഴിമതിയുടെ തുടക്കം കുറിക്കുകയാണ്. ബക്കാഡിയുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ബക്കാഡിയുമായിട്ടല്ല ചർച്ച നടത്തിയത് സഹകരണ സംഘവുമായിട്ടാണ്. മാങ്ങയിൽ നിന്ന് ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ആ ചർച്ച ഒരു കാലത്ത് നടന്നിരുന്നു. നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ ആപത്ത് വരുത്തത്തക്ക രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള അവസരമാണ് ഇവിടെ UDF സർക്കാർ ഒരുക്കുന്നത്. കേരളത്തിൽ മദ്യം വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടി കനത്ത നികുതിയാണ് മദ്യത്തിനുമേൽ ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചുമത്തിയ മദ്യനികുതിയിൽ 130% ഇളവ് അനുവദിച്ചുകൊണ്ട് രീതിയിൽ മദ്യവ്യാപനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. ഇത്തരമൊരു കാര്യം അതീവ ഗൗരവമായി നാടിനെ ബാധിക്കുന്നതും സമൂഹത്തെ ബാധിക്കുന്നതുമായ വിഷയമാണ്. ഏതൊരു ഗവൺമെൻറ്റായാലും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയോ കക്ഷികളോ മുന്നണിയോ സ്വാഭാവികമായും ചർച്ച ചെയ്ത് വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു കാര്യം വേണോ എന്ന് ഭരണം നടത്തുന്നവരുടെ തലത്തിൽ തീരുമാനിക്കുക. നാടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മദ്യനികുതി കുറച്ച് 130% നികുതി കുറച്ച് നാട്ടിൽ മദ്യമൊഴുക്കുന്നതിനോട് ഈ നാടിൻ്റെ ഭാഗമായുള്ള ആബാലവൃദ്ധം ജനങ്ങളും എതിർക്കും എന്നത് തന്നെയാണ് വ്യക്തം. പക്ഷേ അവരവരുടേതായ കാരണങ്ങളാൽ ഇത്തരമൊരു നികുതി കുറവ് മദ്യത്തിന് വരുത്തണമെന്ന് ഭരിക്കുന്ന കക്ഷിക്കോ മുന്നണിക്കോ തോന്നുന്നു എങ്കിൽ അത് അവരുടെ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ഇവിടെ കാണുന്നത് ഇതേവരെ അത്തരമൊരു ചർച്ച ഇന്ന് കേരളം ഭരിക്കുന്ന UDF നടത്തിയിട്ടില്ല എന്നാണ്. മാത്രമല്ല എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പാർട്ടി, മുഖ്യമന്ത്രിയുടെ പാർട്ടി, ആ പാർട്ടിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ ഇതുപോലൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നണി തലത്തിലോ പാർട്ടി തലത്തിലോ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയുടെ മുന്നിൽ പോയിനോ മന്ത്രിസഭയും അറിയില്ല. ഇതെല്ലാം വിചിത്രമായൊരു കാര്യമാണ്. കേരളത്തിൽ ഇതേവരെ ഇത്തരമൊരു മദ്യ ഒഴുക്കിനുള്ള സാഹചര്യം ഒരു സർക്കാരും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. എന്താണ് ഇത്ര ധൃതി? എന്തുകൊണ്ടാണ് ഇത്ര കടുംപിടുത്തം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? നേരത്തെ ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ അന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഞങ്ങൾ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കൂവെന്നാണ്. നോക്കണം, ഇന്ന് ഫൈനാൻസ് ബില്ല് കേരള അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു. ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഈ ഉദ്ദേശത്തോടെയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ സഖാവ് KN ബാലഗോപാൽ ഒരു ക്രമപ്രശ്നം അസംബ്ലിയിൽ ഉന്നയിച്ചു. അതിതുമായി ബന്ധപ്പെട്ടതാണ്.
അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ഇത് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ്. അപ്പോൾ നില വ്യക്തമാണ്. ഏത് എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കണമെന്ന വാശിയിലാണ്. എന്താണ് ഇത്ര വലിയ നിർബന്ധത്തിനും വാശിക്കും ഇടയാക്കിയത്? സാധാരണഗതിയിലുള്ള ഒന്നും അതിന് കാണാനാവില്ല. അവിടെയാണ് അഴിമതിയുടെ പ്രശ്നം വരുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് എന്നത് ദുരൂഹമായിട്ടിരിക്കുകയാണ്. തീർത്തും ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമസഭയിൽ ഈ പ്രശ്നങ്ങളോട് ഒരു മുട്ടാപ്പോക്ക് നയം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയത്തിൽ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ സഭ ബഹിഷ്കരിക്കുന്നതിന് ഇടയായത്. കാരണം സഭയുടേതായ രീതിയിൽ അംഗീകരിക്കാൻ, സാധാരണ പാർലമെൻ്ററി നടപടിക്രമങ്ങൾ വെച്ച് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. എപ്പോഴും നിയമസഭയാണ് ഇത്തരം കാര്യങ്ങളിൽ പരമാധികാരിയായിട്ടുള്ളത്. നിയമസഭ ഇവിടെ ചെയ്തിരിക്കുന്നത് നിയമസഭയിൽ ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്ന് പിന്നെ എക്സിക്യൂട്ടീവിന് നടപ്പാക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ വേറെയുണ്ട്. ഏതായാലും നിയമസഭയുടെ മേലെ എക്സിക്യൂട്ടീവിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുകയാണ്. അപ്പോൾ അതിലൂടെ വലിയ തോതിലുള്ള അഴിമതിക്ക് അവസരമൊരുങ്ങും എന്നതാണ് നാം കാണേണ്ടത്. കൃത്യമായ മദ്യത്തിൽ എപ്പോഴും ലേലം വിളിയാണല്ലോ നമ്മൾ കാണാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാകാൻ പോകുന്നു എന്നതാണ്. അഴിമതിയുടെ തുടക്കം കുറിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വൻ അഴിമതിയുമായിട്ടാണ് ആരംഭിക്കുന്നത് എന്നതാണ് ഞങ്ങൾ ഇത്തരമൊരു പ്രതിഷേധ രീതി സ്വീകരിക്കാൻ ഇടയാക്കിയത്. അഡീഷണൽ വിജ്ഞാപനം ഇറങ്ങാതെ ഇത് പ്രാബല്യത്തിൽ വരില്ല എന്ന് പറയുന്നതിൽ എത്രത്തോളം? അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്ന നിലയായി. ആ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നീട് രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് അംഗീകാരം കൊടുക്കുകയാണ്, നിങ്ങൾ നടപ്പാക്കിക്കോന്ന്. അപ്പോൾ ബന്ധപ്പെട്ട ആരാണോ അവർ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. അവിടെയാണ് ഒളിച്ചുകളി വരുന്നത്. അതിനോടൊരു തരത്തിലും യോജിക്കാനാവില്ല. അവിടെയാണ് പ്രസക്തി. ഏത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൃത്യമായി സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് ഫൈനാൻസ് ബില്ല് വന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കൃത്യമായി ചർച്ച ചെയ്തിട്ട് സബ്ജക്ട് കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ടാണ് കാര്യങ്ങൾ അത് നടന്നിട്ടുള്ളത്. ബക്കാഡിയുമായി ചർച്ച ചെയ്തു എന്നാണ് ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് സഭയിൽ. ബക്കാഡിയുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ബക്കാഡിയുമായിട്ടല്ല ചർച്ച നടത്തിയത് സഹകരണ സംഘവുമായിട്ടാണ്. അന്നത്തെ ഒരു സഹകരണ സംഘം ഇത്തരം കാര്യങ്ങളിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ്, കശുമാങ്ങയിൽ നിന്ന് ഹോട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ആ ചർച്ച ഒരു കാലത്ത് നടന്നിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മുടെ പഴത്തിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും അതേപോലെ ധാന്യത്തിൽ നിന്നും ഒക്കെ ഹോട്ടൽ വൈൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. സബ്ജക്ട് കമ്മിറ്റി കൂടാതെ ഒരു ടാക്സും നമ്മൾ ഏർപ്പെടുത്തിയിട്ടില്ല. കമ്പനിക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്നാണോ? ഏത് ഈ ബില്ല് പാസ്സായാൽ മദ്യ കമ്പനിക്ക് അനുകൂലമായ രീതിയിൽ ഈ ബില്ല് ഇങ്ങനെ പാസ്സാക്കി എടുത്താൽ നിയമപരമായിട്ട് അവർക്കൊരു അവകാശം കൊടുക്കലാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന്. എന്നാൽ അവർക്ക് അവകാശം കൊടുക്കുന്നതിനേക്കാളും ഇവർക്ക് താല്പര്യമാണല്ലോ ഇത് നടപ്പാക്കാൻ. അതുകൊണ്ടാണല്ലോ ഇത്ര വാശിയോടെ നടപ്പാക്കാൻ പുറപ്പെടുന്നത്. സമീപിച്ച് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ പറ്റും. അതവരുടെ കാര്യം. നമ്മൾ കാണേണ്ടത് ഇവരെന്തിന് ഇത്ര ധൃതി കാണിക്കുന്നു എന്നാണ്. ഈ ഒരു ഗവൺമെൻറ്, ഒരു പുതുതായിട്ട് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് ഇതേവരെ ഇല്ലാത്തൊരു നയം നടപ്പാക്കാൻ പുറപ്പെടുമ്പോൾ സ്വാഭാവികമായി നടത്തേണ്ട ചർച്ചകളും മറ്റ് ആലോചനകളുമെല്ലാം മാറ്റിവെച്ച്
എന്തേ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു ഒളിച്ചു കടത്തൽ കൊണ്ടുവന്നത്? അതിൻ്റെ പിന്നിലുള്ള താല്പര്യമാണ് നാം കാണേണ്ടത്. അതാണ് പ്രധാനം. ഇനിയപ്പോൾ പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ? ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ മുതൽ സഭയ്ക്ക് പുറത്തേക്കുള്ളൊരു പ്രതിഷേധമായിരിക്കുമോ? ഈ പ്രതിഷേധം ഒരു തരത്തിലും യോജിക്കാനാവില്ല. ഈ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും.